Hi students, last class we studied about the gametogenesis, that is spermatogenesis as well as oogenesis. From the spermatogenesis we got the sperm, as well as oogenesis we got ovum. Now we are going to study about the mammalian sperm, the structure of the sperm. As you might have studied in lower classes, sperm has mainly three parts. സ്പേമിന് മൂന്ന് ഭാഗങ്ങളുണ്ട്. ഒന്ന് ഹെഡ്, ദെൻ ദ മിഡിൽ പീസ് ആൻഡ് ദ ടെയിൽ. ഓക്കെ, ദിസ് പിക്ചർ ഷോസ് ദിസ് ഈസ് ദ ഹെഡ് റീജിയൻ, ദിസ് ഈസ് ദ മിഡിൽ പീസ് ഓർ മിഡിൽ പാർട്ട് ആൻഡ് ദിസ് ഈസ് ദ ലോങ് ടെയിൽ റീജിയൻ. ഓക്കെ, നൗ ദ ഹെഡ് റീജിയൻ കൺസിസ്റ്റ് ഓഫ് എ pronuclei. It's not a real nucleus, it's a nuclei. Pronuclei, that means it contains only 23 number of chromosomes. Okay, now the nuclei, it's a big nuclei, and this around the nuclei there is a small layer of thin layer of cytoplasm. Now outside the cytoplasm, head is surrounded by plasma membrane. Okay, now at the top of the head there is a small sac like structure. അവിടെയും പ്ലാസ്മ മെംബ്രെയിൻ, ആ പ്ലാസ്മ മെംബ്രെയിനകത്ത് ചെറിയ സഞ്ചി പോലത്തെ ഒരു ഭാഗമുണ്ട്. ആ സഞ്ചി പോലുള്ള ഭാഗത്തെ വി കോൾ ഇറ്റ് ആസ് അക്രോസോം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്, അക്രോസോം. അക്രോസോമിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു എൻസൈം നിറഞ്ഞിരിക്കുന്നു. ദിസ് എൻസൈം ഈസ് കോൾഡ് ഹയൽയൂറോണിഡേസ് എൻസൈം. ദിസ് എൻസൈം ഈസ് വെരി പവർഫുൾ. ദിസ് എൻസൈം ഈസ് യൂസ്ഡ് ടു പെനിട്രേറ്റ് ദ ഓവം. ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് ഓവത്തിനെ തുളച്ച് കയറാൻ വേണ്ടിയിട്ട്, ഓവത്തിൻ്റെ മെംബ്രെയിനുകളെ നിർവീര്യമാക്കാൻ അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഹയൽ യൂറോണിഡേസ് എൻസൈംസ് ഉപയോഗിക്കുന്നു. അപ്പം യൂഷ്വലി പരീക്ഷയ്ക്ക് ചോദിക്കാം അക്രോസോമിൻ്റെ ഫംഗ്ഷൻ എന്താണ്. അക്രോസം ഹെൽപ്സ് ഇൻ പെനിട്രേഷൻ ഓഫ് ഓവം, പെനിട്രേഷൻ ഇൻ ടു ഓവം, ദാറ്റ് ഈസ് ദി അക്രോസോം. ഓക്കെ, ഇപ്പോൾ ഹെഡ് റീജിയനിൽ ന്യൂക്ലിയസും ദെൻ അക്രോസോം. ദെൻ കംസ് ദ മിഡിൽ പോർഷൻ ഓർ ദി മിഡിൽ പീസ്. മിഡിൽ പീസും ഹെഡും ചേരുന്ന ഭാഗത്തിന് നെക്ക് എന്നാണ് പറയുക. ആ നെക്കിൽ ഒരു സെൻട്രിയോൾ ഉണ്ട്. സെൻട്രിയോൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ സെൽ ഡിവിഷൻ. ദെൻ മിഡിൽ പീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മൈറ്റോകോൺട്രിയാണ്. മൈറ്റോകോൺട്രിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് സ്പൈറൽ മൈറ്റോകോൺട്രിയാണ്. ദിസ് മൈറ്റോകോൺട്രിയ പ്രൊവൈഡ്സ് എനർജി ഫോർ ദ movement of the sperm. Spiral mitochondria is very unique in nature. Spiral mitochondria that provides energy for swimming. Now the tail region, a long tail is there. ടെയിലിൻ്റെ കാര്യമായിട്ടുള്ള ജോലി എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ സ്വിമ്മിങ്. ടെയിൽ ചലിപ്പിച്ചുകൊണ്ടാണ് സ്പേമും സഞ്ചരിക്കുന്നത്. ടെയിൽ ഈസ് സപ്പോർട്ടഡ് ബൈ സൈറ്റോസ്കെലിറ്റൻ. ഓക്കെ, യൂഷ്വലി ഹ്യൂമൻ ബീങ്, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്പേം കാണുന്നത് സെമൻ എന്ന് പറയുന്ന ഫ്ലൂയിഡിനകത്താണ്. അറ്റ് എ ടൈം മാൻ പ്രൊഡ്യൂസസ് 200 to 300 മില്യൺ സ്പേംസ്. ഒരേ സമയത്ത് 200 മുതൽ 300 മില്യൺ സ്പേംസ് ഉണ്ടാക്കും. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. അപ്പോൾ 200 മുതൽ 300 മില്യൺ സ്പേംസ് ഉണ്ടാക്കും. ഇത്രയും സ്പേംസിൽ 60% സ്പേംസ് എങ്കിലും നല്ല ഹെൽത്തി ആയിരിക്കണം. അതിൽ 40% സ്പേംസിനെങ്കിലും നല്ല മൊബിലിറ്റി, സഞ്ചരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമായേക്കാം. ഓക്കെ, നൗ കംസ് ദി മമാലിയൻ ഓവം, സ്ട്രക്ചർ ഓഫ് എ മമാലിയൻ ഓവം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഓവറി, ഒവേറിയൻ ഫോളിക്കിൾസ്. ഒവേറിയൻ ഫോളിക്കിൾസ് വളർന്ന് പാകമാകുമ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഉണ്ടാവും. ആ ഗ്രാഫിയൻ ഫോളിക്കിൾസിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഗ്രാഫിയൻ ഫോളിക്കിൾസിൻ്റെ അകത്താണ് ശരിക്കുള്ള ഓവം അല്ലെങ്കിൽ പ്രൈമറി യൂസൈറ്റ് എന്ന് പറയുന്ന ഭാഗം കിടക്കുന്നത്. സോ ദിസ് ഈസ് ദ എൻറ്റയർ ഗ്രാഫിയൻ ഫോളിക്കിൾ. അതിനകത്തുള്ള സ്ട്രക്ചറാണ് പ്രൈമറി യൂസൈറ്റ് ആയിട്ടുള്ള ഓവം. ഈ ഓവത്തിന് ചുറ്റും, ഓവം ഈസ് എ സ്മോൾ സെൽ, ഓവത്തിന് ചുറ്റും സ്വാഭാവികമായിട്ടും സെൽ മെംബ്രെയിൻ ഉണ്ട്, അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ഓവത്തിനകത്ത് ധാരാളം സൈറ്റോപ്ലാസം കാണാം. അതിനകത്ത് ഒരു ന്യൂക്ലിയസ് കാണാം. ന്യൂക്ലിയസും ന്യൂക്ലിയസ് അല്ല, ന്യൂക്ലിയസ് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആണ്. 23 നമ്പർ ഓഫ് ക്രോമസോംസ് മാത്രം ന്യൂക്ലിയസിന് അകത്ത് കാണുക. അപ്പം ഈ സ്ട്രക്ചർ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ ഏറ്റവും സെൻറ്ററിൽ പ്രൈമറി യൂസൈറ്റിനെ പൊതിഞ്ഞുകൊണ്ട് പ്ലാസ്മ മെംബ്രെയിനകത്ത് ധാരാളം സൈറ്റോപ്ലാസത്തിൻ്റെ സെൻട്രലായിട്ട് ദർ ഇസ് എ ന്യൂക്ലിയസ്. 23 ക്രോമസോംസിലുള്ള ന്യൂക്ലിയസ്. ഇനി പ്ലാസ്മ മെംബ്രെയിന് വെളിയിൽ എന്താ കാണുക? പ്ലാസ്മ മെംബ്രെയിന് വെളിയിൽ ദ ഇന്നർ പ്ലാസ്മ മെംബ്രെയിൻ്റെ വെളിയിൽ നമുക്കൊരു മെംബ്രെയിൻ കാണാം. ദാറ്റ് മെംബ്രെയിൻ ഈസ് കോൾഡ്
സോണ പെലുസിഡ. പ്ലാസ്മ മെമ്പറിന് വെളിയിൽ കാണുന്ന മെമ്പറിനാണ് സോണ പെലുസിഡ. ഇവിടെയാണ് സോണ പെലുസിഡ കാണുന്നത്, ഈ ഐക്കൺ കാണുന്ന ഭാഗത്ത് സോണ പെലുസിഡ. ദറ്റ് ഈസ് എൻ ആൽബുമിനസ് ലെയർ. ദിസ് ലെയർ ഈസ് മെയ്ഡ് ഓഫ് എ പ്രോട്ടീൻ കോൾഡ് ആൽബുമിൻ. മറന്നുപോയത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ സോണ പെലുസിഡ എന്ന് പറയുന്ന ആൽബുമിനസ് ലെയറിന് പുറത്ത് കാണുന്ന മെംബ്രെയിനാണ് കൊറോണ റേഡിയേറ്റ എന്ന് പറയുന്ന മെംബ്രെയിൻ. ഇതെവിടെ കാണാം, കൊറോണ റേഡിയേറ്റ. അത് ഏതിനെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? കുറേ കുഞ്ഞു 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 സെല്ലുകൾ കൊണ്ടാണ്, ഫോളിക്കുലാർ സെല്ലുകൾ കൊണ്ടാണ്. അതുകൊണ്ട് ഈ ഭാഗത്തെ ഫോളിക്കുലാർ ലെയർ എന്നാണ് പൊതുവെ വിളിക്കുന്നത്. ഓക്കെ, കൊറോണ റേഡിയേറ്റ് ഫോളിക്കുലാർ ലെയർ എന്ന് പറയുന്നത്. ഈ ഫോളിക്കുലാർ ലെയർ പല ടൈപ്പ് ഉണ്ട്. 3 ലെയർ കാണാം ഈ ഫോളിക്കുലാർ ലെയർ. ഇതാ നോക്കൂ, ഈ സോണ പെലുസിഡയ്ക്ക് തൊട്ട് പുറത്ത് കാണപ്പെടുന്ന ലെയറാണ് പ്രൈമറി ഫോളിക്കുലാർ ലെയർ. ഓക്കെ, പ്രൈമറി ഫോളിക്കുലാർ ലെയർ. അതിന് ചുറ്റുമായിട്ട് കുറച്ചും കൂടെ കാലം കഴിയുമ്പോൾ സെക്കൻഡറി ഫോളിക്കുലാർ ലെയർ ഫോം ചെയ്യും. ഓക്കെ, സെക്കൻഡറി ഫോളിക്കുലാർ ലെയർ. ഇതിൻ്റെ ഈ ഐക്കൺ പോകുന്ന ഭാഗം. പിന്നെ കുറേ കൂടെ കാലം കഴിഞ്ഞാൽ മൂന്നാമത്തെ ലെയർ അല്ലെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്കുലർ പാകമാകുമ്പോഴേക്കും മൂന്നാമത്തെ ലെയർ ഫോം ചെയ്യും. ദാറ്റ് ഈസ് ടെർഷ്യറി ഫോളിക്കുലാർ ലെയർ. ടെർഷ്യറി ഫോളിക്കുലാർ ലെയർ. ഈ സെക്കൻഡറി ഫോളിക്കുലാർ ലെയറിൻ്റെയും ടെർഷ്യറി ഫോളിക്കുലാർ ലെയറിൻ്റെയും ഇടയിൽ ഒരു സ്പേസ് കാണാം. ദി സ്പേസ് ഈസ് കോൾഡ് ആൻട്രം. ദി സ്പേസ് ഈസ് കോൾഡ് ആൻട്രം. ഈ ആൻട്രത്തിനകത്ത് ഒരു ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്നു. ദാറ്റ് ഫ്ലൂയിഡ് ഈസ് കോൾഡ് ഫോളിക്കുലാർ ഫ്ലൂയിഡ്. ദിസ് ഫ്ലൂയിഡ് ഈസ് കോൾഡ് ഫോളിക്കുലാർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ലിക്കർ ഫോളിക്കുലൈ എന്നൊക്കെ പറയും. ലിക്കർ ഫോളിക്കുലൈ. ഓക്കെ, എനിവേ നിങ്ങൾ ഫോളിക്കുലാർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഈ ഫോളിക്കുലാർ ഫ്ലൂയിഡിന് അകത്ത് അല്ലെങ്കിൽ ഫോളിക്കുലാർ ഫ്ലൂയിഡിൽ നമുക്ക് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിനെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഏറ്റവും സെൻട്രലായിട്ട് പ്രൈമറി യൂസൈറ്റ്, അതിനെ പൊതിഞ്ഞുകൊണ്ട് പ്ലാസ്മ മെംബ്രെയിൻ, അതിനെ പൊതിഞ്ഞുകൊണ്ട് സോണ പെലുസിഡ, അതിനെ പൊതിഞ്ഞുകൊണ്ട് ഫോളിക്കുലാർ ലെയർ അല്ലെങ്കിൽ കൊറോണ റേഡിയേറ്റ. ഈ കൊറോണ റേഡിയേറ്റ എന്ന് പറയുന്ന ഫോളിക്കുലാർ ലെയറിൽ 3 പാളികൾ കാണാം. പ്രൈമറി ഫോളിക്കുലാർ ലെയർ, കുറച്ചും കൂടെ കഴിയുമ്പോൾ സെക്കൻഡറി ആവുന്നു, പിന്നെ ലാസ്റ്റ് ടെർഷ്യറി. സെക്കൻഡറിയുടെയും ടെർഷ്യറിയുടെയും ഇടയിൽ കാണുന്ന സ്പേസ് ആൻട്രം. ആൻട്രത്തിനകത്ത് ഫോളിക്കുലാർ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്നു. ഈ ഫ്ലൂയിഡിലാണ് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ കാണുക. പിന്നീട് ചിത്രത്തിൽ കാണുന്ന മറ്റു കുറേ ലെയറുകളുണ്ട്. ദാറ്റ് ലെയർ ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ യു. ആ ലെയറുകളെ നമ്മൾ ഇതൊക്കെ പലതരം ഫോളിക്കുലാർ സെല്ലുലാർ ലെയേഴ്സ് ആണ് ദാറ്റ് പ്രൊട്ടക്ട് ദി ഓവം. ഓക്കെ, ദാറ്റ് ഈസ് എ സ്ട്രക്ചർ ഓഫ് ദി ഓവം. നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റേജിലേക്കാണ്. ദാറ്റ് ഈസ് മെനി ടൈംസ് ഇറ്റ് ഈസ് asked for the examination, sexual cycle, that is otherwise called menstrual cycle. കാരണം സെക്ഷൽ സൈക്കിൾ എന്ന് പറയുന്നത് സ്ത്രീകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു റിപ്രൊഡക്റ്റീവ് ഫിനോമിനയാണ്. ഓക്കെ, സെക്ഷൽ സൈക്കിൾ ഈസ് എ റിപ്രൊഡക്റ്റീവ് ഫിനോമിന സീൻ ഇൻ ഫീമെയിൽ. ഫോർ കംപ്ലീറ്റിംഗ് ദി സൈക്കിൾ ഇറ്റ് ടേക്സ് 28 days. 28 ദിവസം കൊണ്ടാണ് ഈ സെക്ഷൽ സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. എന്തുകൊണ്ടാണ് അതിന് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്? ബിക്കോസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതൊരു സൈക്ലിക് പ്രോസസ്സാണ് അല്ലേ. ഈ പ്രോസസ്സിൻ്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ എൻഡിങ് മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നൊരു ഫിനോമിനയിലൂടെയാണ്. സോ സെക്ഷൽ സൈക്കിൾ സ്റ്റാർട്ട് ഓർ എൻഡ് വിത്ത് മെൻസ്ട്രുവേഷൻ അല്ലെങ്കിൽ ആർത്തവം. അതുകൊണ്ട് ഈ സൈക്കിളിനെ മെൻസ്ട്രൽ സൈക്കിൾ എന്നുകൂടെ വിളിക്കുന്നു. എപ്പോഴാണ് സ്ത്രീകളിൽ സെക്ഷൽ സൈക്കിൾ ആരംഭിക്കുക? സ്ത്രീകളിൽ സെക്ഷൽ സൈക്കിൾ ആരംഭിക്കുന്നത് സെക്ഷൽ മെച്യൂരിറ്റി നേടുമ്പോഴാണ്. ഒരു പെൺകുട്ടി എപ്പോഴാണ് മെച്യൂരിറ്റി നേടുക? ഒരു 10-12 വയസ്സാകുമ്പോഴാണ് പെൺകുട്ടി സെക്ഷൽ മെച്യൂരിറ്റി നേടുക അല്ലേ. നമ്മൾ പറയും വളർച്ച പ്രായപൂർത്തിയായി എന്ന് പറയും അല്ലേ. ചില സ്ഥലങ്ങളിലൊക്കെ പെൺകുട്ടികൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ആഘോഷമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ചില സമുദായങ്ങളിലൊക്കെ. എനിഹൗ സെക്ഷൽ മെച്യൂരിറ്റിയെ ടെക്നിക്കലി വിളിക്കുന്ന പേര് പിബേർട്ടി എന്നാണ്. സെക്ഷൽ മെച്യൂരിറ്റി ഈസ് അതർവൈസ് കോൾഡ് പിബേർട്ടി. ടേംസ് നിങ്ങൾ പഠിക്കണം. ഓക്കെ, പിബേർട്ടി ആവുന്നതോടുകൂടി എങ്ങനെയാണ് ഒരു പെൺകുട്ടി പിബേർട്ടി ആവുക? ആർത്തവം തുടങ്ങും അല്ലേ. മെൻസ്ട്രുവേഷൻ തുടങ്ങും. മെൻസ്ട്രുവേഷൻ തുടങ്ങുന്നതിന് ആ ഫസ്റ്റ് മെൻസ്ട്രുവേഷനെ വിളിക്കുന്ന പേരാണ് മെനാർക്ക് എന്ന് പറയും. മെനാർക്ക് അല്ലെങ്കിൽ ബിഗിനിങ് ഓഫ് ദി സെക്ഷൽ സൈക്കിൾ, മെനാർക്ക്. ഇത് എത്ര കാലം പോകും? പെൺകുട്ടികൾക്കറിയാം ഓരോ മാസം സെക്ഷൽ സൈക്കിൾ അല്ലെങ്കിൽ മെൻസ്ട്രുവേഷൻ നടക്കും. അങ്ങനെ ഒരു 10-45 വയസ്സ് വരെ ഇതിങ്ങനെ നീണ്ടുപോകും. അവസാനം 10-45 വയസ്സാകുമ്പോഴേക്കും ഇത് നിൽക്കും അല്ലേ. നിങ്ങളുടെ അമ്മമാർക്കൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും, നിൽക്കും. സോ ദിസ് ഫിനോമിന ഈസ് കോൾഡ് മെനോപോസ്. മെൻസ്ട്രുവേഷൻ നിൽക്കുന്ന പീരീഡിനെ വിളിക്കുന്ന പേരാണ് മെനോപോസ്. ഓക്കെ, എൻഡ് ഓഫ് ദി സെക്ഷൽ സൈക്കിൾ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് സെക്ഷൽ സൈക്കിളിനെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. 2 stages are there. One stage is called ovarian cycle and other stage is called uterine cycle. പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓവേറിയൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സെക്ഷൽ സൈക്കിൾ നടക്കുമ്പോൾ സ്ത്രീകൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. പ്രധാനമായും ഈ മാറ്റങ്ങൾ 2 സ്ഥലത്താണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒന്ന് ഓവറിക്കകത്ത് നടക്കുന്ന മാറ്റങ്ങൾ. ഓവറിക്കകത്ത് നടക്കുന്ന മാറ്റങ്ങളെ ഒവേറിയൻ സൈക്കിൾ എന്നും, മറ്റൊരു മാറ്റം നടക്കുക യൂട്രസിനകത്താണ്. ആ യൂട്രസിനകത്ത് നടക്കുന്ന മാറ്റത്തെ യൂട്രൈൻ സൈക്കിൾ എന്നും പറയുന്നു. ഓക്കെ,
ഇനി നമുക്ക് ഒവേറിയൻ സൈക്കിളിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ടോട്ടലി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസമാണ്? 28 ദിവസം. ഓക്കെ, നൗ ഒവേറിയൻ സൈക്കിൾ ചേഞ്ചസ് ഇൻ ദ ഓവറി, അത് 3 സ്റ്റേജിലൂടെയാണ് നടക്കുക. ഓക്കെ, എന്തൊക്കെയാണ് 3 സ്റ്റേജസ്? നമ്മൾ അതിന് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 3 മാറ്റിയിരിക്കുന്നു. വൺ ഈസ് കോൾഡ് പ്രീ ഓവുലേറ്ററി സ്റ്റേജ്, സെക്കൻഡ് വൺ ഈസ് കോൾഡ് ഓവുലേറ്ററി സ്റ്റേജ്, ആൻഡ് തേർഡ് വൺ ഈസ് കോൾഡ് പോസ്റ്റ് ഓവുലേറ്ററി സ്റ്റേജ്. പ്രീ ഓവുലേറ്ററി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമുക്കറിയാം, ബ്രെയിനിൽ നിന്ന് ഒരു പെൺകുട്ടി വളർച്ച പൂർത്തിയാകുമ്പോൾ GnRH പ്രൊഡ്യൂസ് ചെയ്യും ഹൈപ്പോതലാമസ്, ദെൻ ഹൈപ്പോതലാമസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന GnRH പിന്നീട് അവരുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് പോകുമ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് 2 ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വൺ ഈസ് കോൾഡ് FSH, സെക്കൻഡ് വൺ ഈസ് കോൾഡ് LH. ഓക്കെ, അപ്പോൾ പ്രീ ഓവുലേറ്ററി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് FSH സ്റ്റിമുലേറ്റ് ദ ഒവേറിയൻ ഫോളിക്കിൾ ടു ബിക്കം ഗ്രാഫിയൻ ഫോളിക്കിൾ. FSHന്റെ സഹായത്താൽ ഒവേറിയൻ ഫോളിക്കിൾ വളർന്ന ഭാഗമായിട്ട് ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറുന്നു. കുറേ ഒവേറിയൻ ഫോളിക്കിൾസ് ഉണ്ടാവും, അതിൽ ചിലത് ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറുന്നു. ഇറ്റ് സ്റ്റാർട്ട് സെക്രീറ്റ് ഈസ്ട്രജൻ. ഓക്കെ, ഇനി ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു സ്ത്രീയിൽ ഒരു സമയത്ത് ഒരു അണ്ടം മാത്രമേ പാടുള്ളൂ. ഒരു സ്ത്രീയിൽ ഒരു സമയത്ത് ഒരു ഗ്രാഫിയൻ ഫോളിക്കിളേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഒരു ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ടോ കൂടുതൽ ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മെക്കാനിസം നടക്കും. എന്താ മെക്കാനിസം നടക്കുക? ഈ വളർച്ച പൂർത്തിയായിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിള് ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് ബ്ലഡിലൂടെ ബ്രെയിനിലേക്ക് പോയിട്ട് FSHനെ സ്റ്റോപ്പ് ആക്കുകയും പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് പറഞ്ഞത്, ഇറ്റ് സ്റ്റാർട്ട് സെക്രീറ്റ് ഈസ്ട്രജൻ ആൻഡ് പ്രിവെൻറ്റ് FSH ടു മെച്യൂർ മോർ ഗ്രാഫിയൻ ഫോളിക്കിൾ. കൂടുതൽ ഗ്രാഫിയൻ ഫോളിക്കിൾ മെച്യൂർ ചെയ്യുന്ന പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും. ദാറ്റ് ഈസ് പ്രീ ഓവുലേറ്ററി. ദെൻ ഓവുലേറ്ററി സ്റ്റേജസ്. അങ്ങനെ ഗ്രാഫിയൻ ഫോളിക്കിൾ വളർന്ന് പാകമായി കഴിഞ്ഞാൽ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞത്? എന്ത് ചെയ്യും? അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് LH പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് മറ്റൊരു ഹോർമോണാണ് LH. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ആൻഡ് റിലീസ് ഓവം. ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ട് ഓവൻ റിലീസ് ചെയ്യും. ദിസ് ഫിനോമിന ഈസ് കോൾഡ് ഓവുലേഷൻ. ഇത് എത്രാമത്തെ ദിവസം നടക്കും? 28 ദിവസമാണ് മൊത്തം. ഇത് എത്രാമത്തെ ദിവസം നടക്കും? 14ാമത്തെ ദിവസം, 14th ഡേയിൽ ഓവുലേഷൻ നടക്കും. ഓക്കെ, ദെൻ പോസ്റ്റ് ഓവുലേറ്റർ. ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഓവറിയിൽ എന്താ മാറ്റം നടക്കുക? ആഫ്റ്റർ ദ ഓവുലേഷൻ ഈ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ കുറച്ച് ഭാഗം ഉണ്ടാവുമല്ലോ ഓവറിയിൽ, അത് കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറും. കോർപ്പസ് ലൂട്ടിയം ഡെവലപ്സ് ഇൻ ഓവറി ആൻഡ് പ്രൊഡ്യൂസസ് പ്രൊജസ്റ്ററോൺ. കോർപ്പസ് ലൂട്ടിയം ഉണ്ടാവുന്നു, അത് പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് പോസ്റ്റ് ഓവുലേറ്ററി. കോർപ്പസ് ലൂട്ടിയം ഉണ്ടാവുന്നതുകൊണ്ട് പോസ്റ്റ് ഓവുലേറ്ററിനെ നമ്മൾ ലൂട്ടിയൽ ഫേസ് എന്ന് വിളിക്കും. കോർപ്പസ് ലൂട്ടിയം ഉണ്ടാവുന്നതുകൊണ്ട് പോസ്റ്റ് ഓവുലേറ്ററി സ്റ്റേജ് എന്ന് കൂടെ വിളിക്കും, ലൂട്ടിയൽ ഫേസ് എന്ന് കൂടെ വിളിക്കും. ഓക്കെ, ഇത് നിങ്ങൾക്ക് കാണാം ഈ ചിത്രത്തിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡയഗ്രമാറ്റിക്കലി കാണിക്കുന്നതിലും ദിസ് പിക്ചർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പിക്ചർ ഉണ്ട്, അത് പഠിക്കണം. പരീക്ഷയ്ക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ 3 കാര്യങ്ങൾ, 3 സ്റ്റേജസ്, 4 സ്റ്റേജസിലാണ് കാണിക്കുന്നത്. ഈ ആദ്യത്തെ ലെയർ ചിത്രത്തിൽ തലച്ചോറിലുണ്ടാക്കുന്ന FSHൻ്റെയും LHൻ്റെയും പ്രൊഡക്ഷനാണ്. രണ്ടാമത്തെ കാണിച്ചിരിക്കുന്നത് ഓവറിക്കകത്ത് നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, മൂന്നാമത് കാണിച്ചിരിക്കുന്നത് ഓവറി ഉണ്ടാക്കുന്ന 2 തരം ഹോർമോൺസ് ഉണ്ടല്ലോ, ഈസ്ട്രജനും പ്രൊജസ്ട്രോണും, അവയുണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. നാലാമത് യൂട്രസിനകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അത് നമ്മൾ പറയണം അത്രേ. അപ്പോൾ നമുക്ക് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം എന്താ നമ്മൾ പറഞ്ഞു, ബ്രെയിനിൽ FSH പ്രൊഡ്യൂസ് ചെയ്യും 1ാമത്തെ ദിവസം. 28 ദിവസമാണ് മൊത്തം. അതിൽ 1ാമത്തെ ദിവസം FSH പ്രൊഡ്യൂസ് ചെയ്യുന്നു. FSH പ്രൊഡ്യൂസ് ചെയ്ത് അത് ഏകദേശം ഒരു 14ാമത്തെ ദിവസത്തിനോട് അടുക്കുമ്പോൾ FSHൻ്റെ സഹായത്താൽ ഒവേറിയൻ ഫോളിക്കിൾ ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഗ്രാഫിയൻ ഫോളിക്കിൾ വളർന്ന് പാകമാവുമ്പോഴേക്കും ബ്രെയിൻ 2ാമത്തെ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് LH. ഈ വരകുണ്ടാവും LH. 14ാമത്തെ ദിവസം ആകുമ്പോൾ മാക്സിമം ഉണ്ടാവും, ഉൽപ്പാദിപ്പിക്കും. അതോടുകൂടി ഒവേറിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ട് അല്ലെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ട് ഓവൻ റിലീസ് ചെയ്യും. ഓക്കെ, നേരത്തെ പറഞ്ഞില്ലേ, അതോടുകൂടി LHൻ്റെ ഉൽപ്പാദനം നേരെ കുറഞ്ഞതാണ്. ഗ്രാഫ് കുറഞ്ഞു വരികയാണ്. FSH നേരത്തെ കുറഞ്ഞു, കാരണം FSHൻ്റെ ജോലി എന്ന് പറയുന്നത് ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടാവും മാത്രമാണ്. ഓക്കെ, അതാണ് 14ാമത്തെ ദിവസം ആകുമ്പോൾ ഈ നടുക്ക് വരച്ചിരിക്കുന്ന വര 14ാമത്തെ ദിവസത്തെ കാണിക്കുന്നു. അപ്പോൾ 14ാമത്തെ ദിവസം ആകുമ്പോഴേക്കും LH മാക്സിമം ആവും, പിന്നെ അത് കുറയും. ആ സമയത്ത് പിന്നെ ഓവറിക്കകത്ത് എന്തൊക്കെയാണ് നടക്കുക? അതാ ഒവേറിയൻ ഫോളിക്കിൾ അത് കുറച്ചും കൂടെ വളർന്ന് വലുതാവുന്നു, അത് ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറുന്നു. 14ാമത്തെ ദിവസം ആകുമ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ട് ഓവം റിലീസ് ചെയ്യുന്നു. അതോടുകൂടി ബാക്കി ഭാഗം എന്തായി മാറുന്നു? കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറും. കോർപ്പസ് ലൂട്ടിയം പിന്നീട് പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്ത് കാര്യങ്ങൾ അങ്ങനെ പോകുന്നു. ഓക്കെ, ഇനി ഹോർമോൺസ് ഫ്രം ഓവറിൽ എന്താ ചെയ്യുന്നത്? ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? ഈസ്ട്രജൻ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് 14ാമത്തെ ദിവസം മാക്സിമം ആവും. ഓക്കെ, അപ്പം ഓവറി പൊട്ടി ഓവം റിലീസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ കോർപ്പസ് ലൂട്ടി ഉണ്ടായി അല്ലേ? ഇത് നോക്കിയേ, കോർപ്പസ് ലൂട്ടി ഉണ്ട്. ഈ കോർപ്പസ് ലൂട്ടിയം പിന്നീട് എന്ത് ചെയ്യുന്നു? പ്രൊജസ്ട്രോൺ ഉൽപ്പാദിപ്പിക്കുന്നു. പ്രൊജസ്ട്രോൺ ഉൽപ്പാദനം മാക്സിമം ആവുന്നു, പിന്നീട് അത് കുറഞ്ഞു വരാം. അതെന്തുകൊണ്ടാണെന്ന് പിന്നീട് പറയാം.
പിന്നെ ഇതേസമയം യൂട്രസിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അത് ഞാൻ പറയണം അത്രേ. അത് നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാം. ഇത് നോക്കൂ, യൂട്രൈൻ സൈക്കിൾ ചേഞ്ചസ് ഇൻ ദ യൂട്രസ്. അത് 3 സ്റ്റേജസിലാണ് നടക്കുന്നത്. ആദ്യത്തെ ചേഞ്ചസിനെ പ്രോളിഫറേഷൻ സ്റ്റേജസ്, രണ്ടാമത്തതിനെ സെക്രീറ്ററി ചേഞ്ചസ്, മൂന്നാമത്തതിനെ മെൻസ്ട്രുവൽ ചേഞ്ചസ്. മെൻസ്ട്രുവൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ഓപ്ഷനിലാണ്, നടക്കാതിരിക്കുക. നമുക്ക് നോക്കാം. പ്രോളിഫറേഷൻ സ്റ്റേജസ്. നേരത്തെ നിങ്ങൾ ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഈസ്ട്രജൻ എൻഡോമെട്രിയൽ സെൽസ് ഡിവൈഡ്സ് ആൻഡ് സെൽസ് വാൾ തിക്കൻസ്. യൂട്രസിൻ്റെ ഉൾഭിത്തിയാണ് എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിലെ സെല്ല് തുടക്കത്തിൽ എൻഡോമെട്രിയം വളരെ തിന്നാണ്. അപ്പം സെക്ഷൽ സൈക്കിൾ ആരംഭിക്കുന്നതോടുകൂടി ഈസ്ട്രജൻ്റെ സഹായത്താൽ എൻഡോമെട്രിയത്തിലെ സെല്ലുകളൊക്കെ ഡിവൈഡ് ചെയ്ത് തുടങ്ങുന്നു. അങ്ങനെ കുറേ സെല്ലുകൾ ഉണ്ടാകുന്ന എൻഡോമെട്രിയത്തിൻ്റെ ഭിത്തി തടിക്കാൻ തുടങ്ങുന്നു. രണ്ടാമത്തെയാണ് സെക്രീറ്ററി സ്റ്റേജസ്. കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും പിന്നെ ഓവറി ഈസ്ട്രജനും പ്രൊഡ്യൂസ് ചെയ്യുന്നു, പ്രൊജസ്ട്രോണും പ്രൊഡ്യൂസ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ കണ്ടു. ആ രണ്ടിൻ്റെയും സഹായത്താൽ എൻഡോമെട്രിയത്തിൻ്റെ ഭിത്തി, എൻഡോമെട്രിയൽ ഭിത്തി കൂടുതൽ മ്യൂക്കസുകളെയും രക്തക്കുഴലുകളെയും ബ്ലഡ് വെസൽസിനെയൊക്കെ ഉണ്ടാക്കുന്നു. അതോടുകൂടി എൻഡോമെട്രിയം ഭിത്തി തടിച്ച് നല്ല സോഫ്റ്റായിട്ട് മാറുന്നു. എന്തിനാ ഈ മാറ്റങ്ങളൊക്കെ ഈ യൂട്രസിനകത്ത് നടക്കുന്നത്? യൂട്രസിനകത്ത് സെക്ഷൽ സൈക്കിൾ നടക്കുമ്പോൾ യൂട്രസ് സങ്കല്പിക്കുന്നത് യൂട്രസിനകത്ത് ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് കുഞ്ഞുണ്ടാവാം. ആ കുഞ്ഞിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിൽ ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ നടക്കുന്നത്. യൂട്രസിൻ്റെ ഭിത്തി കട്ടിയായി മാറുന്നു, അവിടെ കുഞ്ഞിനെ നിൽക്കാൻ ആവശ്യമായിട്ട് സോഫ്റ്റായിട്ട് മാറുന്നു, അതിനകത്ത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ട് ബ്ലഡ് വെസൽസ് മറ്റും ഫോം ചെയ്യുന്നു. ഓക്കെ, ഇനി അപ്പം ഈ സ്റ്റേജസൊക്കെ നടക്കുന്നത് ഫെർട്ടിലൈസേഷൻ നടക്കും എന്നുള്ള ഉദ്ദേശത്തിലാണ്. ലാസ്റ്റ് സ്റ്റേജസാണ് മെൻസ്ട്രുവൽ സ്റ്റേജസ്. അവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ഫെർട്ടിലൈസേഷൻ നടന്നാൽ എന്ത് സംഭവിക്കും, നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും. അതാ പറയുന്നത്, ഈ ഫെർട്ടിലൈസേഷൻ നടന്നാലോ പ്രൊജസ്ട്രോൺ സെക്രീഷൻ കണ്ടിന്യൂസ് ആൻഡ് തിക്കനിങ് ഓഫ് എൻഡോമെട്രിയം കണ്ടിന്യൂസ്. എൻഡോമെട്രിയത്തിൽ നടക്കുന്ന മാറ്റങ്ങളൊക്കെ തുടർച്ചയായിട്ട് പോകും. ഇനി സപ്പോസ് ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിലോ, ഈ ഫെർട്ടിലൈസേഷൻ ഡസ് നോട്ട് ടേക്ക് പ്ലേസ്, പ്രൊജസ്ട്രോൺ സെക്രീഷൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക? ഇത്രയും നേരം ഉണ്ടായ കാര്യങ്ങൾക്ക് വെറുതെ ന്യൂലി പ്രൊഡ്യൂസ്ഡ് മ്യൂക്കസ്, സെൽസ് ആൻഡ് ബ്ലഡ് വെസൽസ് അതെല്ലാം എൻഡോമെട്രിയത്തിൽ നിന്ന് ഇളകി വന്ന് ഡിസ്ചാർജ് ത്രൂ ദ വജൈനയിലൂടെ പുറത്തേക്ക് പോകും. അപ്പം ഫെർട്ടിലൈസേഷൻ നടക്കാത്ത സെല്ല് അല്ലെങ്കിൽ എഗ്ഗ് കൂടെ എൻഡോമെട്രിയത്തിൽ പുതുതായി രൂപം കൊണ്ട മ്യൂക്കസും സെല്ലും ബ്ലഡ് വെസൽസും എല്ലാം കൂടെ പൊട്ടിപ്പൊളിഞ്ഞ് വജൈനയിലൂടെ പുറത്തേക്ക് പോകും. ഈ പോക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെൻസ്ട്രുവേഷൻ അല്ലെങ്കിൽ മെൻസ്ട്രുവൽ ഫ്ലോ എന്ന് പറയുന്നത്. മെൻസ്ട്രുവേഷൻ അല്ലെങ്കിൽ മെൻസ്ട്രുവൽ ഫ്ലോ, ആർത്തവം എന്ന് പറയും. ഇതൊരു 3 to 5 days വരെ ഈ പോക്ക് അല്ലെങ്കിൽ ബ്ലഡ് മറ്റും ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് യൂട്രൈൻ സൈക്കിൾ. ഇത് തന്നെയാണ് നേരത്തെ നമ്മൾ ചിത്രത്തിൽ കണ്ടത്. ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യത്തെ എല്ലാം പറഞ്ഞോളൂ. ലാസ്റ്റ് നോക്കൂ, ഇതാണ് എൻഡോമെട്രിയത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ. നമ്മൾ പറഞ്ഞു ഈ ഒരു സെക്ഷൽ സൈക്കിളിൻ്റെ ആദ്യം അല്ലെങ്കിൽ അവസാനം മെൻസ്ട്രുവേഷനാണ് ഉണ്ടാവുക 3 to 5 days വരെ. പിന്നീട് മെല്ലെ എൻഡോമെട്രിയത്തിൻ്റെ ഭിത്തി ഇങ്ങനെ തടിച്ച് വരുന്നത്. ഇവിടെ നോക്കൂ, ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഉണ്ടാവുന്നതോടുകൂടി ഇതാ നോക്കി 14 ദിവസത്തിന് ശേഷം എൻഡോമെട്രിയത്തിൻ്റെ ഭിത്തി നല്ല തടിച്ച് കൊഴുത്ത് വരുന്നു. പക്ഷേ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ എല്ലാം കൂടെ പൊട്ടിപ്പൊളിഞ്ഞ് പുറത്തേക്ക് വന്ന് ഇവിടെ ബ്ലീഡിങ് നടക്കും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത് റെഡായിട്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഈസ്. സോ ഈ പിക്ചർ ശരിക്കും ഒന്നും കൂടെ പഠിക്കണം. അതിൽ ഓരോ ഹോർമോണുകളുടെയും ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറിച്ചിലുകൾ ശരിക്കും മനസ്സിലാക്കണം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ഞാൻ എല്ലാം പറഞ്ഞിട്ടില്ല, ചില കാര്യങ്ങൾ ഞാൻ പറയാതെ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ട് ഇന്നത്തെ ഡൗട്ട് നോക്കണം. ഹോർമോൺസിൻ്റെയൊക്കെ സെക്രീഷൻസും അതിനനുസരിച്ചുണ്ടാകുന്ന എൻഡോമെട്രിയത്തിലും ഓവത്തിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഈ ഗ്രാഫിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സെക്ഷൽ സൈക്കിൾ. ഈ സെക്ഷൽ സൈക്കിൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ ദൈവീകമായിട്ടുള്ള, എന്താ പറയുക, വളരെ പ്രധാനപ്പെട്ട ഒരു ഫിനോമിന കൂടിയാണ്. സ്ത്രീകളിൽ മാത്രം നടക്കുന്ന ഒരു ഫിനോമിനയാണ് സെക്ഷൽ സൈക്കിൾ അല്ലെങ്കിൽ മെൻസ്ട്രുവൽ സൈക്കിൾ. ഇത് മനുഷ്യനിലും മനുഷ്യനോട് ബന്ധമുള്ള പ്രൈമേറ്റ്സ് ആയിട്ടുള്ള കുരങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട അനിമൽസിലും മാത്രമാണ് ഈ മെൻസ്ട്രുവൽ സൈക്കിൾ നടക്കുക. എന്നാൽ സസ്തനികളിൽ മനുഷ്യനും മനുഷ്യനോട് ചേർന്ന് നടക്കുന്ന പ്രൈമേറ്റ് വർഗ്ഗത്തിൽപ്പെട്ട മനുഷ്യക്കുരങ്ങ് പോലുള്ള വർഗ്ഗങ്ങൾ, എന്നാൽ അതല്ലാത്ത ഒരുപാട് സസ്തനികളുണ്ട് ഈ വർഗ്ഗത്തിൽ. അപ്പം മനുഷ്യനോടല്ലാത്ത മറ്റ് സസ്തനികളിൽ നടക്കുന്ന ഈ പ്രോസസ്സിനെ ഈസ്ട്രസ് സൈക്കിൾ എന്നാണ് വിളിക്കുക. മനുഷ്യനിൽ എന്താ വിളിക്കുക? മെൻസ്ട്രുവൽ സൈക്കിൾ. പക്ഷെ മറ്റ് അനിമൽസിൽ ഈസ്റ്റ്, ഇപ്പോൾ പൂച്ച പട്ടി പോലുള്ള അനിമൽസിലേക്ക് ഈ ഫിനോമിന ഉണ്ട്, പക്ഷെ അത് ഈസ്ട്രസ് സൈക്കിൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മെൻസ്ട്രുവൽ സൈക്കിൾ ആൻഡ് ഈസ്ട്രസ് സൈക്കിൾ, യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ
ഡിഫറൻസസ്. ഓക്കെ, അപ്പോൾ സ്ത്രീകളിൽ നടക്കുന്ന ഈ ആർത്തവം എന്ന് പറയുന്ന ഫിനോമിന സമയത്ത് സ്ത്രീകൾക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അല്ലെ, പീരീഡ്സിൻ്റെ സമയത്ത്. ഇപ്പോൾ പെൺകുട്ടികളെ കാണുമ്പോൾ സ്കൂളിലൊക്കെയുള്ള സമയത്ത് അല്ലേ, ചിലപ്പം അതികഠിനമായിട്ടുള്ള വയറുവേദന ഉണ്ടാവാം, മെൻ്റൽ സ്ട്രെസ് ഉണ്ടാവാം, വല്ലാതെ പിരിമുറുക്കുണ്ടാവാം, ചിലപ്പം ചില കുട്ടികൾ ദേഷ്യം കാണിക്കും, ചിലപ്പോൾ അതികഠിനമായിട്ടുള്ള വേദന, അടിവയറ്റിൽ വേദന ഉണ്ടാവും, അസ്വസ്ഥതകളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ സ്വാഭാവികമായിട്ട് പ്രക്രിയയാണെന്ന് മനസ്സിലാക്കി. ഇതൊരു അസ്വാഭാവികമായിട്ട് പ്രക്രിയയല്ല, എല്ലാ സ്ത്രീകളിലും കാണുന്ന ഫിനോമിനാണ്. പ്രായ വളർച്ച പൂർത്തിയാകുമ്പോൾ എല്ലാ മാസവും ഈ ഫിനോമിന നടക്കും. അപ്പം ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വളരെയധികം ശുദ്ധി ഈ സമയത്ത് നിങ്ങൾ പിന്നെ പരിപാലിക്കണം. യു ഷുഡ് കീപ്പ് ഓർ മെയിൻറ്റെയിൻ റിപ്രൊഡക്റ്റീവ് ഹൈജീൻ. പ്രത്യേകിച്ചും ഈ പീരീഡ്സിൻ്റെ സമയത്ത് രക്തവും മ്യൂക്കസൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ അത് വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങൾ സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തമായി ഉണ്ടാക്കുന്ന പാഡുകളോ അല്ലെങ്കിൽ നാപ്കിനുകളോ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു 6 hours മാത്രമാണ് സാധാരണ അതിൽ ഈ നാപ്കിൻസ് കെറ്റിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഡിസ്പോസ് ചെയ്യണം, കളയണം, എവിടെയെങ്കിലും വലിച്ചെറിയരുത്. അത് ഇപ്പം ഷോപ്പിൽ നിന്ന് വാങ്ങിട്ടുന്നൊക്കെ ജെൽ ടൈപ്പ്, കൂടുതൽ അബ്സോർബ് ചെയ്യുന്ന ജെൽ ടൈപ്പ് നാപ്കിൻസാണ്. അത് നിങ്ങൾ പിന്നെ ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കണം. പിന്നെ ഡിസ്പോസ് ചെയ്യുന്നത് സ്കൂളിലൊക്കെ ചിലപ്പം ഇൻസിനറേറ്ററുകളുണ്ടാവും, അതിനകത്ത് മാത്രം ഇട്ട് നിക്ഷേപിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉയർന്ന ഊഷ്മാവിൽ കത്തിച്ചോളൂ, എവിടെയെങ്കിലും വലിച്ചെറിയരുത്. അപ്പം പിന്നെ റിപ്രൊഡക്റ്റീവ് പാർട്ടൊക്കെ എന്നും വൃത്തിയായി നീറ്റായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ അവിടെയൊക്കെ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനും അത് പിന്നീട് റിപ്രൊഡക്റ്റീവായിട്ടുള്ള അസുഖങ്ങൾ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ സമയത്ത് ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്.